ഹായ്, ഇറ്റ്സ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതിൽ ചെറിയൊരു സത്യാവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റു ബന്ധം പോലെ തന്നെ, അതായത് ഡയറക്റ്റായിട്ട് എപ്പോഴും കാണുന്ന സംസാരിക്കുന്ന ആളുകളെ പോലെ തന്നെ ആ റിലേഷൻഷിപ്പ് പോലെ തന്നെ വളരെ ഈസി ആയിട്ട് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ് ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ മറ്റ് ആ റിലേഷൻഷിപ്പിനേക്കാൾ കുറച്ചുകൂടി രസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം എപ്പോഴെങ്കിലുള്ള കാണലും സംസാരിക്കലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നുണ്ട്. സോ അതിനുള്ള കാത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു മധുരമുള്ളതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മാറാറുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രം. അപ്പം നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാം. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് കോൾസ് ആൻഡ് മെസ്സേജസ് എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഡെയിലി വിളിക്കലും സംസാരിക്കലും ഉണ്ടായിരിക്കണം. ഇനി അഥവാ നിങ്ങൾക്കൊരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് വിളിക്കാനോ സംസാരിക്കാനോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല. പക്ഷെ പിറ്റേ ദിവസം എന്തായാലും വിളിക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി കുറച്ച് ടൈം നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇപ്പോൾ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഒരു നൈറ്റൊക്കെ 8 മണിക്കൊക്കെ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈം മുതൽ വിളിക്കുക. ഒരു അരമണിക്കൂറൊന്നും വിളിക്കണം സംസാരിക്കണം എന്നൊന്നുമില്ല എങ്കിലും പറ്റുന്ന സമയം 10 മിനിറ്റെങ്കിലും 10 മിനിറ്റ്. പക്ഷെ നല്ല രീതിയിൽ സംസാരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും 10 മിനിറ്റ് കൊണ്ട് എന്താ പറയാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നിങ്ങൾക്കിടയിൽ സംഭവിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഡെയിലി നിങ്ങൾ വിളിക്കണം, പറ്റുന്ന സമയത്തൊക്കെ. രാവിലെ മുതൽ രാത്രി വരെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊന്നുമില്ല. ദിവസം ഒരു പ്രാവശ്യമാണ് വിളിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. മെസ്സേജും ഇടയ്ക്കൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ പരസ്പരം വിസിറ്റ് ചെയ്യാനൊക്കെ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ഒരു അവസരമൊക്കെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരു ദിവസമോ മാസത്തിലൊരു ദിവസമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതല്ലാതെ ഒരു 5-6 മാസമൊക്കെ കാണാതിരിക്കുക, വെറും കോളും മെസ്സേജും മാത്രമാണ്. പിന്നെ ഒരു പ്രാവശ്യം കാണുക, പിന്നെ ഒരു 5-6 മാസത്തേക്ക് കാണാതിരിക്കുക. അവിടെ വലിയ രസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശരിക്കും നമ്മൾ പരസ്പരം ഒരു മാസത്തിൻ്റെ ഇടയിലൊക്കെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു മാസത്തേക്കെങ്കിലും നമുക്ക് കാണണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ കാണുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു മാസത്തേക്ക് നമുക്ക് ഇങ്ങനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമുക്കറിയാം ഒരു മാസം കഴിഞ്ഞാൽ കാണും. അപ്പോൾ ആ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നേരെ മറിച്ച് 5-6 മാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ കുറേ ടൈമുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആവും. ഇനിയിപ്പോൾ കാണാൻ എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് വരില്ല. പിന്നെ നമ്മൾ കണ്ടിട്ട് പിന്നെ നമുക്ക് കാണണം എന്നുള്ള ആഗ്രഹം കുറച്ച് ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി കിട്ടും. അങ്ങനെയാണ് ഉണ്ടാവുക. ശരിക്കും നമ്മൾ ഈ പ്രവാസികളുടെ കാര്യമൊക്കെ പറയില്ല, അതേപോലെയാണ്. അവർ എപ്പോഴെങ്കിലൊക്കെ വർഷത്തിലൊക്കെ വരുന്ന സമയത്ത് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് കുറച്ച് പ്രവാസികളുടെ കാര്യം കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം അവർ അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കാര്യമൊക്കെ, അതായത് കാണണം എന്നുള്ള ആഗ്രഹവും ആ ഒരു സ്നേഹവും ഒക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ മാസത്തിലൊരിക്കലോ കാണാം. അങ്ങനെയല്ല ഇപ്പോൾ ഒരാൾ നമ്മുടെ നാട്ടിലും ഒരാൾ പുറത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വരുന്ന സമയത്തൊക്കെ മീറ്റ് ചെയ്യുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായിരിക്കും. വരുന്ന സമയത്തൊക്കെ മീറ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയല്ല, നിങ്ങൾ ഒരേ നാട്ടിൽ തന്നെയുള്ള ആളുകളാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ ഒരേ നാട്ടിലാണെന്നുള്ളത്. എന്നിട്ടും കാണുന്നില്ല എന്നൊരു ചിന്തയാവും കുറേ നാൾ കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വരാം. അപ്പോൾ വല്ലാത്തൊരു എന്തത് എപ്പോഴും ഇത്ര അടുത്ത്, അല്ലെങ്കിൽ അടുത്ത് എന്നുള്ളതല്ല, ഒരേ നാട്ടിലായിട്ട് പോലും കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് 2-3 മണിക്കൂർ ട്രാവൽ ചെയ്ത് വരാമെന്നല്ലേ ഉള്ളൂ, എന്നിട്ടും കാണാൻ വരുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ലെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് പുറത്തുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് കാണൽ അത് മതിയാവും. അതിൽ തന്നെ ഹാപ്പി ആവും എന്നുള്ളതാണ്. കാരണം സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ക്വാളിറ്റി ടൈം ആയിരിക്കണം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവർ കാണാൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളതൊന്നല്ലാതെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാം. ചിലരങ്ങനെ നടക്കുമ്പോൾ തന്നെ സന്തോഷം കിട്ടുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് കണ്ടതിൽ സന്തോഷമായിരിക്കണം അപ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. അത്തരത്തിലുള്ള
ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, വിസിറ്റ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക. എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. ഇപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരോട് പറയാം. അങ്ങനെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് 2-3 പ്രാവശ്യമൊക്കെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സംശയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ഇടം നിങ്ങൾ കൊടുക്കരുത്. കാരണം നിങ്ങൾ എപ്പോഴും കാണുന്ന ആളുകളൊന്നും ആയിരിക്കില്ല, എപ്പോഴെങ്കിലും കാണുന്നുണ്ടായിരിക്കുള്ളൂ. സോ ഈ സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല മോശമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ സംശയങ്ങൾ ഒന്നിനും ഒരു ഇട കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കമ്മ്യൂണിക്കേഷനാണ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അവർക്ക് എന്തൊക്കെ ഡൗട്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ സർപ്രൈസ് ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എപ്പോഴും ചെയ്യണമെന്നൊന്നുമില്ല. ഈ സർപ്രൈസുകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമാകുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സന്തോഷം എന്തായാലും ഉണ്ടായിരിക്കും. എന്ന് കരുതി വലിയ കോസ്റ്റ്ലി ഗിഫ്റ്റുകളൊന്നും കൊടുക്കണമെന്നില്ല. ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുത്താൽ മതി. നമ്മൾ അവരെ സർപ്രൈസ് ആയിട്ട് കാണാൻ പോകുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞൊരു ഗിഫ്റ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവില്ലേ? ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയൊക്കെ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സർപ്രൈസുകളൊക്കെ ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര സന്തോഷമാവും എന്നുള്ള സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ 4 കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ. ഇതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഇതിൽ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം അത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൾസും മെസ്സേജസും ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കണം. ക്വാളിറ്റി ടൈമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഈ കാര്യം ഒരിക്കലും നിങ്ങൾ മറക്കാതിരിക്കുക. ഒരിക്കലും ആ ഒരു പേഴ്സണ് നിങ്ങളോട് ചെറിയൊരു ഡൗട്ട് പോലും വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാനായിട്ട്. എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.